പ്രിൻ്റർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിൻ്ററിൻ്റെ ഹെഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ രണ്ട് ഹെഡാണ് പ്രിൻ്ററിൽ വരുന്നത്. ഇത് രണ്ടും ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരേ പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം നമ്മൾ പ്രിൻ്റർ ഓണാക്കണം. ഓണാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓണാക്കിയതിന് ശേഷം ഈ ഒരു സെറ്റിങ്സ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വൈഫൈ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിന് ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. സൈഡിലേക്ക് പ്രസ് ചെയ്യുക. അതിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് കാണാം. അതിൽ ഓക്കെ പ്രസ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും സൈഡിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. സ്റ്റാർട്ട് റീപ്ലേസ്മെൻറ്റ് അതിൽ ഒരു പ്രാവശ്യം ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചിട്ട് നമ്മൾ ഈ സെൻറ്റർ ഭാഗം പൊക്കിയതിന് ശേഷം ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഇങ്ങോട്ട് നീക്കുക. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഹെഡ് കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കും. നമ്മൾ പിടിച്ച് നിർത്തരുത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽക്കും. അങ്ങനെ വന്ന് നിന്നതിന് ശേഷം ഇവിടെ അടിയിലൊരു ക്ലിപ്പുണ്ട്. ഇവിടെ ഒരു ബ്ലൂ കളറ്. ഇതിൽ പ്രസ് ചെയ്യുക. ഇവിടെ പിടിച്ചിട്ട് വേണം പ്രസ് ചെയ്യാൻ. പ്രസ് ചെയ്യുക. അതിന് ശേഷം ഈ റൈറ്റ് സൈഡ്, ഈ 6 സൈഡിലാണ് 6, ഇവിടെ L, ഇത് രണ്ടുമാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ലെഫ്റ്റ് സൈഡത്തേണ്. അപ്പോൾ ഇത് നമ്മൾ L എന്നുള്ളതാണ്. ഇത് പാക്ക് ഓപ്പൺ ആക്കുക. പാക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റിക്കറും മുകളിലൊരു സ്റ്റിക്കറും കാണാം. ഇവിടെ ടച്ച് ചെയ്യരുത്. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിക്കറും ഇതേപോലെ പറിച്ചെടുക്കുക. അതിന് ശേഷം L എന്നുള്ള ഹെഡ് നമ്മൾ ഇതിന്ന് എടുക്കുക. എടുക്കാൻ ഇവിടെ പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഒരു ക്ലിപ്പ് പോലെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊന്തിച്ചാൽ മതി. പൊക്കിയാൽ ഇത് പോരും. ഇത് ഈ ബോക്സിലേക്ക് തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഈ L എന്നുള്ളത് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇവിടെ പ്രസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിങ്ങനെ ഓട്ടോമാറ്റിക് അതിൽ പോയിട്ട് ഇറങ്ങിയിരിക്കും. ഇനി 6 എന്നുള്ളതാണ്, അത് എടുക്കുക. അതെടുത്തിട്ട് നമുക്ക് അതേപോലെ നേരത്തെ ബോക്സിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇതിന് മുകളിലുള്ള ഈ സ്റ്റിക്കർ പറിച്ച് കളയുക. എന്നിട്ട് ഈ ഹെഡ് എടുക്കുക. ഇതിൻ്റെ അടിയിലുള്ള സ്റ്റിക്കർ ഇളക്കി ഒഴിവാക്കുക. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതിന് ശേഷം ഇവിടെ പുള്ളെന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ പിടിച്ചിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതും പോരും. ഇവിടെ 6 എഴുതിയിട്ടുണ്ട്. നേരെ ഇതിലിട്ട് കൊടുക്കുക. അമർത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 2 നീല കളറിലുള്ള ഒരു സ്പ്രിങ് പോലുള്ള സംഭവമുണ്ട്. ഇത് പ്രസ് ചെയ്യണം. ഒരു ക്ലിപ്പ് ഇങ്ങനെ ടിക് എന്നുള്ള സൗണ്ട് കേൾക്കും. അതിന് ശേഷം ഈ ഇങ്ക് വാൾവ് നേരത്തെ ഇങ്ക് വാൾവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് തന്നെ ആക്കി കൊടുക്കണം. ആക്കിയിട്ട് അതിന് ശേഷം ഡോർ അടക്കുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ ഒരു പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് പ്രിൻറ്റ് വരും, പുറത്തേക്ക് വരും.